ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കവീസ് ലൈഫ് സ്റ്റൈൽ ലാബ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ മുഖക്കുരു ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഒരുപാട് പേര് എന്നോട് ചോദിച്ചു, മുഖക്കുരു ഉള്ളപ്പോൾ എങ്ങനെയാണ് ഫേസ് വാഷ് ഉണ്ടാക്കുന്നത്, ഏത് രീതിയിലുള്ള ഫേസ് വാഷ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ. നമ്മൾ ഓൾറെഡി ഒരു ഫേസ് വാഷ് പൗഡറിന്റെ ലിങ്ക് ഇട്ടിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരും പോയി കാണണം. അത് നല്ലൊരു ഫേസ് വാഷിന്റെ ലിങ്ക് ആണ്. അത് നിങ്ങൾ കറക്റ്റായിട്ട് ഉപയോഗിക്കുവാണെങ്കിൽ നിങ്ങളുടെ മുഖത്തെ മാർക്കുകളൊക്കെ മാറാനായിട്ട് സഹായിക്കും. പക്ഷെ ഇന്നത്തെ ഫേസ് വാഷ് എന്ന് പറയുന്നത് ഒരു ലിക്വിഡ് ഫോമിലുള്ള ഫേസ് വാഷ് ആണ്. ഇത് പ്രത്യേകിച്ച് മുഖക്കുരു ഉള്ളവർക്ക് വേണ്ടി മാത്രം സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാണ് ഇത് ഞാൻ. പക്ഷെ മുഖക്കുരു ഇല്ലാത്തവർക്കും ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല മുഖത്തെ മാർക്കൊക്കെ മാറി, മുഖക്കുരു ഒക്കെ മാറി, മുഖം നല്ല ക്ലിയർ ആയിട്ട് വെച്ചേക്കാനായിട്ട് സഹായിക്കും. അപ്പൊ ഇത് ലിക്വിഡ് രൂപത്തിലുള്ളതാണ്. നിങ്ങൾക്ക് ഒരാഴ്ച തൊട്ട് 1.5 ആഴ്ച വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. യാതൊരു കുഴപ്പമില്ല, പെട്ടെന്ന് കേടുവരില്ല. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വെളിയിലിരുന്നാലും അത് പെട്ടെന്ന് കേടൊന്നും വരില്ല. ആവശ്യത്തിനനുസരിച്ച് എടുത്ത് ഉപയോഗിക്കേണ്ടതാണ്. അപ്പൊ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എന്തൊക്കെയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് നമുക്ക് നോക്കാം. ഇതിന് ആവശ്യം വേണ്ട സാധനങ്ങൾ ഇതുപോലെ വേപ്പിൻ്റെ ഇലയാണ് വേണ്ടത്. കഴിക്കുന്ന വേപ്പിൻ്റെ ഇല ഏകദേശം 1 പിടിയോളം കഴിക്കുന്ന വേപ്പിൻ്റെ ഇല വേണം. ബിക്കോസ് അരയ്ക്കുമ്പോൾ ഇത് കുറച്ചേ ഉണ്ടാവുള്ളൂ. അത് നല്ല വൃത്തിയായിട്ട് കഴുകി വേണം എടുക്കാനായിട്ട്. കൂടെ വേണ്ടത് 5 ഇതിലുള്ള ചെമ്പരത്തി ഉണ്ടല്ലോ, അതുപോലെ 5 ചെമ്പരത്തിപ്പൂ എടുക്കുക. ചെമ്പരത്തിപ്പൂ എടുക്കുമ്പോൾ അതിൻ്റെ മുകളിലുള്ള ഈ ഒരു പൊടി അതുകൂടെ എടുക്കാവുന്നതാണ്. അതിന് ശേഷം വേണ്ടത് കടലമാവാണ്. ഈ ഒരു വലിയൊരു 3 ടേബിൾ സ്പൂൺ കടലമാവും, അതിൻ്റെ കൂടെ ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും. പിന്നെ വേണ്ടത് കറ്റാർ വാഴയുടെ ജ്യൂസ്. ഞാനിത് ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ടോണറായിട്ട് ഉപയോഗിക്കുന്നത് കറ്റാർ വാഴയുടെ ജ്യൂസ്. പിന്നെ വേണ്ടത് ലെമൺ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഞാൻ അവസാനം പറഞ്ഞുതരാം. ഇപ്പോൾ അരയ്ക്കാനായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല മഷിയായിട്ട് അരയ്ക്കണം. നല്ല സോഫ്റ്റായിട്ട് അരച്ചാലേ നമ്മൾ മുഖം കഴുകുമ്പോൾ അതിനൊരു ഇത് കിട്ടത്തുള്ളൂ. അതിനുശേഷം ഇതുപോലൊരു കുപ്പിയിലൊഴിച്ച് സൂക്ഷിക്കുക. ഇച്ചിരി വലിയ കുപ്പിയാണെങ്കിൽ നല്ലത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു കുഞ്ഞതേ ഉള്ളായിരുന്നു. അപ്പോൾ ഇതുപോലുള്ളൊരു കുഞ്ഞു കുപ്പിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ കുപ്പിയിലോ ആക്കി സൂക്ഷിക്കുക. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഇതെടുത്തിട്ട് ഫേസ് വാഷ് എടുത്തിട്ട്, അതായത് നിങ്ങളുടെ മുഖത്തിന് എത്ര ആവശ്യമാണ്, ഇതിപ്പോൾ ഞാൻ കുറച്ചെടുത്ത് കാണിക്കുന്നുള്ളൂ, നിങ്ങൾ മുഖത്തിന് ആവശ്യമായതെടുക്കാം. അതിൻ്റെ കൂടെ ഒരു 2 ഡ്രോപ്സ് അല്ലെങ്കിൽ ലെമൺ ജ്യൂസ്, വലിയ ഡ്രോപ്സ് അല്ല, കുഞ്ഞ് 2 ഡ്രോപ്സ് ലെമൺ ജ്യൂസ് എടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മളിത് മുഖത്ത് അപ്ലൈ ചെയ്യാനായിട്ട്. നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് അത് ഫേസിൻ്റെ ഓരോ ഭാഗങ്ങളിലായിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ പിമ്പിളുള്ള സ്ഥലത്ത് വേണം അധികമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട്. പിമ്പിളില്ലാത്ത ഭാഗങ്ങളിൽ നോർമലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ പിമ്പിളുള്ള ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. നല്ല ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുത്ത് ഒരു 2 മിനിറ്റ്സ് വിട്ടതിന് ശേഷം നമുക്കത് വൃത്തിയായിട്ട് കഴുകിക്കളയാം. നോർമൽ വാട്ടറിൽ കഴുകിയാൽ മതി. നോർമൽ പൈപ്പ് വാട്ടറിൽ നല്ല രീതിയിൽ കഴുകിക്കളയുക. ഇതേ കണ്ടില്ലേ, കഴുകുമ്പോൾ ഇതുപോലെ ആയിരിക്കും. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഇങ്ങനെയാണ് നമ്മുടെ ഫേസ് പാക്ക് ഉണ്ടാക്കി ഉപയോഗിക്കേണ്ടത്. ഇത് നിങ്ങൾ എവിടെയാണോ മുഖക്കുരു ഉള്ളത് ആ ഭാഗത്ത് ചെറിയ രീതിയിൽ, അതായത് ഒരുപാട് പ്രസ് കൊടുക്കാതെ മുഖക്കുരു ഉള്ള ഭാഗത്ത് ചെറുതായിട്ട് നല്ലപോലെ ഒന്ന് അമർത്തി മീൻസ് ചെറുതായിട്ടൊരു പ്രഷർ കൊടുത്ത് നല്ലപോലെ തടവിയിട്ടതിന് ശേഷം ഇത് ഫേസ് ഫുൾ അപ്ലൈ ചെയ്തിട്ട് ഒരു 2 to 3 മിനിറ്റ്സ് നിങ്ങളത് ഫ്രീ ആയിട്ട് റിലാക്സ് ആയിട്ട് വിട്ടിട്ട് കഴുകിക്കളയാം. സാധാരണ നോർമൽ വാട്ടറിൽ കഴുകിക്കളയാം. ലെമൺ അലർജി ഉള്ളവരാണെങ്കിൽ, ലെമൺ ഉപയോഗിച്ചാൽ ഒരു രീതിയിലും സെറ്റ് ആകാത്തവരാണെങ്കിൽ ലെമൺ അവോയ്ഡ് ചെയ്യാം. ലെമൺ യൂഷ്വൽ പ്രോബ്ലം ഒന്നും ഇല്ലാത്തവർക്ക് ലെമൺ യൂസ് ചെയ്യാം. പക്ഷെ ലെമൺ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഡെയിലി ഉപയോഗത്തിൽ ലെമൺ യൂസ് ചെയ്യരുത്. ഇപ്പൊ ഇന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ യൂസ് ചെയ്യരുത്, അടുത്ത നാളെ യൂസ് ചെയ്യണം. അങ്ങനെ വേണം ലെമൺ നമ്മുടെ ഫേസ് വാഷിൽ ഉൾപ്പെടുത്താനായിട്ട്. ഇത് നിങ്ങളുടെ സ്കിന്നിന് നല്ല ഒരു കളർ തരുന്നതോടൊപ്പം തന്നെ പിമ്പിൾ ഒന്നും തിരിച്ചു വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടെയുള്ള റെമഡിയാണ് ഇത്. അപ്പൊ എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.